ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിനെ വല്ലാതെ വഴക്ക് പറയാട്ടോ അശ്വിൻ. നിന്നെപ്പോലത്തെ പെൺപിള്ളേരുടെ തരക്കാർ എത്രയാണെന്ന് എനിക്കറിയാടി. നിങ്ങളൊക്കെ എത്രത്തോളം തരം താഴോന്നറിയാം. സർ വെറുതെ ആവശ്യമില്ലാത്ത കാട് കയറുവാണ്. ഞാൻ എന്ത് കാട് കയറുന്നതാണ് നീ പറയണത്? എൻ്റെ ഈ ലാപ്ടോപ്പ് നീയല്ലേ നശിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും സർ അത് ഞാനല്ല എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയാണ്. നീ തന്നെ അത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ സർ എന്താ സർ, ഞാൻ എൻ്റെ ഇപ്പം നെഞ്ച് പിളർത്തി കാണിച്ചാലും സാർ അത് ചെമ്പത്തി പോവാന്നേ പറയുള്ളൂ. സാർ എന്തായാലും ഞാനാണത് ചീത്താക്കിയെന്ന് പറയല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അത് ഫുള്ളായിട്ട് ചീത്താക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വേഗം പോയിട്ട് ആ ലാപ്ടോപ്പ് എടുക്കുവാണ്. അതിനുശേഷം നീ എന്തുവാ കാണിക്കണത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും സാർ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ പൊട്ടിയ ലാപ്ടോപ്പ് ഒന്നും കൂടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി നിലത്തറിയാൻ പോകണം. ഞാനാണ് പൊട്ടിച്ചെന്ന് സാർ പറഞ്ഞല്ലോ, അപ്പോൾ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കയറി പിടിക്കുവാട്ടോ അശ്വിൻ. അതിനുശേഷം കയ്യിൽ തന്നെ ഇങ്ങനെ കയറി ബലത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ അഞ്ജലി വരുവാണ്. എന്താ കുഞ്ഞ ഇവിടെ, അവളുടെ കൈ വിട്, ശ്രുതിയുടെ കൈ വിട് എന്ന് പറയുവാണ്. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ കൈ വിടുവാണ്. അതിനുശേഷം നമ്മുടെ അശ്വിൻ പറഞ്ഞു, ചേച്ചി കണ്ടു ഇവളുടെ അഹങ്കാരം എന്താണെന്ന്, എന്താ ശ്രുതി ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ വിലപിടിപ്പുള്ള ലാപ്ടോപ്പ്, ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ലാപ്ടോപ്പാണ് ഇവള് ഇഞ്ച പരിവാക്കിയത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറഞ്ഞിട്ട് അയ്യോ കുഞ്ഞ അത് എന്ന് പറയുമ്പോൾ വേണ്ട ചേച്ചിയുള്ള നായകരിക്കേണ്ട. ഇല്ല കുഞ്ഞിനെ കാര്യമാണ് പറയാൻ വേണ്ടത്, അത് ശ്രുതിയല്ല, ശ്രുതിയുടെ കൈ കൊണ്ടല്ല നിലത്തേക്ക് വീണത്, അത് എൻ്റെ കൈ കൊണ്ടാണ്. ഞാനത് പൊടിയൊക്കെ റൂമിൽ അടിച്ചു വരുന്ന സമയത്ത് അറിയാണ്ട് ഡെസ്കിലുണ്ടായിരുന്ന എൻ്റെ ലാപ്ടോപ്പ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആ ശ്രുതി എടുത്ത് ഒന്ന് കൊണ്ടുപോയി നിൻ്റെ റൂമിൽ വെക്കുകയും ചോദിച്ചത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് രാവിലെ. അതിന് പുറമെ ഞാനത് പറയാൻ വേണ്ടി കൂടി തന്നെ ഞാനിപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിന് വല്ലാത്തൊരു കുറ്റബോധം പോലെ തോന്നുവാണ്. ആ സമയത്ത് അശ്വിൻ ശ്രുതിനെ നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ മുഖം ആകെ വിഷമിച്ചിരിക്കും കേട്ടോ. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് സോറി ശ്രുതി, കുഞ്ഞിനറിയാതെ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട് ചേച്ചിക്ക് മടിയില്ലേ, ഇവള് ഞങ്ങളുടെ വീട്ടിലെ ഒരു സർവൻ്റാണ്, ഇവളോട് സോറി പറയാൻ ചേച്ചിക്ക് ഒരു ഇതുമില്ലേ? സർവൻ്റ് ആകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് വാക്കുകളും ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് അപമാനമൊക്കെ സഹിക്കേണ്ടി വരും എന്ന് അശ്വിൻ പറയുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം ശ്രുതി നിലത്ത് പോയിരുന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അഞ്ജലി ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സോറി ശ്രുതി, കുഞ്ഞൻ അങ്ങനെയാണ്, അവൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. അവൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പെട്ടെന്നായിരിക്കും അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ അവനത് നമ്മുടെ മുമ്പിൽ അറിയിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നിന്നോട് അവൻ ദേഷ്യപ്പെട്ടില്ലേ, അത് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും അവൻ്റെ ദേഷ്യം മാറും. നിന്നോട് പിന്നീട് അവന് പറഞ്ഞതൊക്കെ തെറ്റായി പോയെന്ന് അവൻ്റെ മനസ്സിൽ തോന്നും, പക്ഷെ അവനത് പുറത്ത് പറയില്ലെന്നേ ഉള്ളൂ. അവൻ പാവമാണ്. പക്ഷേ എന്ന് വെച്ചാൽ എൻ്റെ അനിയനെ ന്യായീകരിക്കണമെന്നല്ല കേട്ടോ, അവൻ നിന്നോട് ചെയ്തത് വല്ലാതെ തെറ്റ് തന്നെയാണ്, അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കണം. അത് സാരമില്ല അഞ്ജലി ചേച്ചി എന്ന് പറയുവാണ്. ഞാൻ അവനെ ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് ടേബിളിൽ, ഇനി അവനത് കുടിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാൻ ശ്രുതി, അത് നമുക്ക് കുടിക്കാം എന്ന് പറയുകയാണ്. ഞാൻ അത് എടുത്തുകൊണ്ട് വരാം. വേണ്ട ചേച്ചി, ഞാൻ അത് എടുത്തുകൊണ്ട് വരാം, ചേച്ചി ഇവിടെ ഇരിക്കുക എന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ്. അതിനുശേഷം ശ്രുതി ആ ചായ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുക കേട്ടോ. അങ്ങനെ പുറത്ത് ചൂട് ചായ ഉണ്ടാവും. ആ ചായയിലേക്ക് നമ്മുടെ ശ്രുതി അഞ്ജലിക്ക് മാത്രമേ ചായ എടുക്കുകയുള്ളൂ. ഒരു കപ്പിലേക്ക് ചായ ഒഴിക്കുവാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി ആ കപ്പുമായിട്ട് പോകാൻ പോണ സമയത്ത് പെട്ടെന്ന് അശ്വിൻ വിളിക്കുകയാണ്, ശ്രുതി ഒന്ന് നിൽക്കൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ സമയത്ത് ശ്രുതി വേണ്ട സർ, ഞാൻ പോകുക എന്ന് പറയുമ്പോൾ ശ്രുതി ഞാൻ പറയണ കേക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി അത് മൈൻഡ് ചെയ്യാണ്ട് ആ കപ്പിലെ ചായ ആയിട്ട് പോകാൻ പോണ സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ ആ ഷോള് അവിടെ റോസാ ചെടിയിൽ കുടുങ്ങും കേട്ടോ. ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് നടക്കുമ്പോഴേക്കും ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കണ പോലെ തോന്നുവാണ്. ശ്രുതി വീണ്ടും ഇങ്ങനെ പോകുമ്പോഴേക്കും വീണ്ടും ഡ്രസ്സ് ഇങ്ങനെ വലിച്ചു പിടിക്കുന്നത്. സാർ എന്താ സാർ ഇത്, സാറിന് നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എന്താ ശ്രുതി നീ പറയണത്? സാർ പ്ലീസ് പിടിവിടൂ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നീ പറയണത് എന്ന് അശ്വിൻ ചോദിക്കാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല സാർ, ഞാൻ മര്യാദ ഭാഷയിലാണ് സാറിനോട് പറഞ്ഞത്. സാർ എൻ്റെ മേത്തുനിന്ന് പിടിവിടുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. അല്ലെങ്കിൽ ഞാൻ മര്യാദ ഇല്ലാത്ത രീതിയിൽ പെരുമാറേണ്ടി വരും. ശ്രുതി നീ എന്താ പറയണത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അശ്വിൻ പറയുമ്പോൾ എന്നാൽ ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ തിളച്ച് ചായ എടുത്തിട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് ഒരു ഒറ്റ ഒഴുക്കിലൊഴിക്കുക കേട്ടോ. പെട്ടെന്ന് അശ്വിൻ ആകെ പൊള്ളി, അശ്വിൻ വായ പൊളിച്ച് പോകണം. എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ദേഷ്യത്തോടു കൂടി അശ്വിനെ നോക്കുവാണ്. അതിനുശേഷം ശ്രുതി നോക്കുമ്പോൾ വീണ്ടും ദേഹത്ത് ആരോ പിടിച്ച പോലെ തോന്നുവാണ്. പെട്ടെന്നാണ് ശ്രുതി നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അതൊരു റോസാ ചെടിയുടെ മുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. അയ്യോ ശ്രുതിക്ക് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നണം. അയ്യോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം ഓടിപ്പോകുവാട്ടോ. അശ്വിനാണെങ്കിൽ ആകെ പൊള്ളിയിട്ട് വല്ലാത്തൊരു നീറ്റിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അശ്വിൻ്റെ മുഖത്ത് ചായ ഒഴിച്ചല്ലോ എന്നൊരു കുറ്റബോധത്തിൽ ശ്രുതി പുറത്ത് വന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അഞ്ജലി വരുന്നുണ്ട് ശ്രുതിയുടെ അടുത്തേക്ക്. ശ്രുതി നീ അറിഞ്ഞായിരുന്നോ
കുഞ്ഞൻ്റെ മേത്ത് ചായ വീണു എന്ന് പറയാണ്. എന്ത് പറയാന്, അവനൊരു നോട്ടും ഇല്ലാണ്ട് നടക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി അത് അഞ്ജലി ചേച്ചി എന്ന് പറയുമ്പോൾ, ശ്രുതി നീ ഒരു കാര്യം ചെയ്യാവോ, എൻ്റെ ഷെൽഫിൽ ഓയിൽമെൻ്റ് ഉണ്ടാവും, അത് എടുത്തുകൊണ്ടൊന്ന് വരാവോ എന്ന് ചോദിക്കുകയാണ്. ശരി, കുഞ്ഞിൻ്റെ റൂമിലേക്ക് വന്നാൽ മതി, ഞാൻ ചൂടുള്ളായിട്ട് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയാണ്. ശരി ചേച്ചി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി. അതിനുശേഷം ഓയിൽമെൻ്റായിട്ട് ശ്രുതി നമ്മുടെ അശ്വിൻ്റെ റൂമിലേക്ക് പോകാൻ പോകുമ്പോഴേക്കും അശ്വിൻ്റെ റൂമിൽ നമ്മുടെ അഞ്ജലി ചൂടുവെള്ളം വെച്ചിട്ട് ആ ചൂടുവെള്ളം തണുത്തുള്ളൊക്കെ വെച്ചിട്ട് ആ മുറിവൊക്കെ ഉണക്കുവാണ്, ഇവിടെയൊക്കെ ചുവന്നിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓയിൽമെൻ്റ് ആയിട്ട് നമ്മുടെ അശ്വിൻ്റെ റൂമിലേക്ക് വരുവാണ്. ആ ഓയിൽമെൻറ്റ് കിട്ടിയോ ശ്രുതി? ആ കിട്ടി മാഡം എന്ന് പറഞ്ഞിട്ട് ഓയിൽമെൻറ്റ് കൊടുക്കുമ്പോൾ ശ്രുതിക്ക് ആകെ വല്ലാതെ വിഷമം തോന്നുവാണ് അശ്വിനെ കാണുമ്പോൾ. കാരണം ഇവിടെയൊക്കെ ആകെ പൊള്ളിയിരിക്കുക കേട്ടോ. അതിനുശേഷം അശ്വിൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ ശ്രുതി അഞ്ജലി ആണെങ്കിൽ അശ്വിനോട് പറയുന്നുണ്ട്, എന്താ കുഞ്ഞ് അതിനൊക്കെ നോക്കിയൊക്കെ നടന്നൂടെ, ഇത് കണ്ടില്ലേ ഇപ്പം എന്ത് പരുവായിരിക്കും ദേഹമൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയാൻ വേണ്ടി വരുന്നുണ്ട്. അയ്യോ മേഡം അത് ഞാൻ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അശ്വിൻ എടുത്ത് ചാടി പറയുന്നുണ്ട്, വേണ്ട ചേച്ചി ഇതൊന്നും സാരമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ചേച്ചി പോയിക്കും, ഞാൻ തേച്ചോളാം ഈ ഓയിൽമെൻറ്റ് എന്ന് അശ്വിൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അഞ്ജലി അവിടെ നിന്ന് പോകുവാണ്. എന്ത് പറയാനാ, ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം ഒരു നോട്ടും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം ശ്രുതി അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്, സർ അത് ഞാൻ സ്റ്റോപ്പ് പ്ലീസ് പോ, എൻ്റെ റൂമിൽ നിന്ന് പോകുമെന്ന് പറയുകയാണ്. സർ ഞാനത് പറഞ്ഞോട്ടെ, ഞാൻ നിൻ്റെ അടുത്താണ് പറഞ്ഞത്, ഗെറ്റ് ഔട്ട് എന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി പതുക്കെ വിഷമത്തോട് കൂടിയിട്ട് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. പെട്ടെന്ന് ശ്രുതിയുടെ റൂമിൽ വരാതിരിക്കാൻ വേണ്ടി അശ്വിൻ വാതിൽ കൊട്ടി അടക്കുവാണ്. അതിനുശേഷം ശ്രുതിക്ക് ആകെ വിഷമമാണ്. ഈശ്വര ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എടുത്തു ചാടി സാറിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര, എന്തായാലും തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ സാറിനോട് മാപ്പ് പറയണം, മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് വിചാരിക്കുകയാണ് ശ്രുതി. അതിനുശേഷം വീണ്ടും അശ്വിൻ്റെ റൂം തുറക്കുവാട്ടോ, ലോക്ക് അടിച്ചിട്ട് ഇങ്ങനെ തുറക്കുവാണ്. ആ സമയത്ത് ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സർ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞത്, നീ പൊയ്ക്കോ കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് പൊട്ടിക്കരയാണ്. സാർ വലിയവനാണ് സർ, സാർ വലിയ മനസ്സിലുടമയാണ്, ഞാൻ അറിയാണ്ട് തെറ്റ് ചെയ്തു പോയി, സാറിനോട് ക്ഷമിക്കണം, സാറിൻ്റെ ഡ്രസ്സിൽ കയറി പിടിച്ച് വലിച്ചു എന്ന് വെച്ചിട്ടാണ് സർ ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ തെറ്റ് തേച്ച് പോയി സർ, ക്ഷമിക്കണം സർ എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, സാർ വലിയ മനസ്സാണ്, അല്ലെങ്കിൽ സാറിന് ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല എന്നോട് എന്നൊക്കെ പറയുവാണ്. പെട്ടെന്ന് ശ്രുതി പൊട്ടിക്കരയുവാട്ടോ. ആ സമയത്ത് അശ്വിനാകെ അയ്യോ നീ എന്തിനാ കരയണത്, ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ, എന്നാലും അങ്ങനെയല്ല സർ, ഞാൻ സാറിനോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെറ്റോ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതെ സർ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, സാറിന് അറിയാവോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് പറയണത്. സാറിൻ്റെ പെട്രോൾ ഫ്യൂൽ ടാങ്കിൽ കൽക്കണ്ട് വിട്ടത് ഞാനാ സർ, അത് മാത്രമല്ല സാറിൻ്റെ ഷൂവിൽ ജ്യൂസ് ഒഴിച്ചതും ഈ ഞാനാ സർ എന്ന് പറയുവാണ്. അത് മാത്രമല്ല എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, എൻ്റെ ഫോണിൻ്റെ റിംഗ് ടോൺ മാറ്റിയതും നീയാണ് അല്ലേ? അതെ സർ എല്ലാം ചെയ്തത് ഞാനാ സർ, ഞാൻ മാത്രമാ സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കരയുവാട്ടോ. കരഞ്ഞിട്ട് ഇങ്ങനെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകുമ്പോഴേക്കും അശ്വിൻ അയ്യേ എന്ന് പറഞ്ഞിട്ട് വലിയ ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ശ്രുതിക്ക് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഇന്ന ടിഷ്യൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അതൊന്നും നോക്കുന്നില്ല, ഷോൾ എടുത്തിട്ട് മൂക്കിങ്ങനെ ചീറ്റുവാണ്. അയ്യേ എന്ന് അശ്വിൻ പറയുന്നുണ്ട്. ശരി ശരി നീ പൊയ്ക്കോ എന്ന് പറയാണ്. എന്നാലും സർ എന്നോട് ക്ഷമിക്കണം സർ, സാരില്ല ഞാനതൊക്കെ മറന്നു, നീ പൊയ്ക്കോ എന്ന് പറയുകയാണ്. ഓക്കെ സർ എന്ന് പറഞ്ഞിട്ട് മൂക്ക് വീണ്ടും വീണ്ടും ചീറ്റി ശ്രുതി പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് നമ്മുടെ അഞ്ജലി വരുന്നുണ്ട് നിലത്ത്. അതിനുശേഷം അഞ്ജലിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ശ്രുതി പറയുവാണ്. അഞ്ജലി പറയുന്നുണ്ട്, എന്തായാലും നീ അറിയാതെ ചെയ്തതല്ലേ, പൊള്ളിയ ചായ മേത്ത് വീണ എന്തുമാത്രം നീറ്റിലുണ്ടാവും നിനക്ക് അറിയാവോ? എനിക്കറിയാം മാഡം, എന്നിട്ട് കുഞ്ഞൻ നിന്നോട് ക്ഷമിച്ചോ? ഒന്നും പറഞ്ഞില്ല, എന്നോട് പോയിക്കോളാൻ പറഞ്ഞ്, സാരില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ അഞ്ജലിയുടെ ഫോണിലേക്ക് ശ്യാം വിളിക്കുക കേട്ടോ. മാല ഇട്ടില്ലേ രാജകുമാരി? ഞാൻ ഇടാൻ പോവാ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി മുകളിലേക്ക് പോകുവാണ്. ആ സമയത്ത് നമ്മുടെ മനോരമയും നിലത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. മനോരമ പറയുന്നുണ്ട്, ഇന്ന് അഞ്ജലി ബേബി നല്ല ഹാപ്പി ആണല്ലോ, എവിടെയെങ്കിലും ടൂറ് പോകാനുള്ള പരിപാടി ആയിരിക്കും, അതായിരിക്കും മാലിടാന്നൊക്കെ പറഞ്ഞത്. ഈശ്വര കുറേ നാളെ ടൂറ് പോയിട്ട് ഇന്ന് അവരുടെ കൂടെ ഞാനും പോകും, ഒന്ന് അടിച്ചു പൊളിക്കും എന്നൊക്കെ മനോരമ മനസ്സിൽ വിചാരിക്കുവാണ്. അതിനുശേഷം മുകളിൽ പോയിട്ട് അഞ്ജലി മാലെടുക്കാൻ വേണ്ടി പോകുമ്പോൾ മാല കാണുന്നില്ല. ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.